താങ്കൾ എന്താണ് കാണുന്നത് ഇപ്പോൾ ഈ ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് പർവ്വതീകരിച്ചുള്ള കാര്യങ്ങളായിപ്പോയി എന്ന് തോന്നുന്നു. BJP കേന്ദ്രങ്ങൾ പോലും അത്ര കണ്ട് അതിനെ ആ രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. BJPക്ക് ഇത്തവണ 5 സീറ്റ് കിട്ടേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് 4 സീറ്റെങ്കിലും കിട്ടും. അതായത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, തൃശ്ശൂർ, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, ഒരു പക്ഷേ നാട്ടികയും കൂടെ വരുമ്പോൾ വരുന്ന 9-ൽ 5 സീറ്റ് കിട്ടേണ്ടതാണ്. 5 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അന്തർധാരയല്ല, അടിയൊഴുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ഇത് അന്തർധാര കൊണ്ട് കിട്ടുന്നതാണ് എന്നാണ്? അല്ല, അന്തർധാര കൊണ്ട് കിട്ടുകയാണെങ്കിൽ 20-ൽ 25-നും ഇടയ്ക്ക് സീറ്റ് BJPക്ക് കിട്ടും. LDF കംഫർട്ടബിൾ മെജോറിറ്റിയിലെത്തും. UDF 40 സീറ്റിൽ ഒതുങ്ങിപ്പോകും. അത് അധികവും മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളുമായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരു അന്തർധാര ഇവിടെ ഉണ്ടെങ്കിൽ. അന്തർധാര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാനിതുവരെ പല നേതാക്കളുമായും ബന്ധപ്പെട്ടും പല സ്ഥാനാർത്ഥികളുമായും ബന്ധപ്പെട്ടും മനസ്സിലായില്ല. പിന്നെ ചെറിയ മത്സരം സ്ട്രെയിറ്റ് ആണെങ്കിൽ 5 സീറ്റുകളാണ് താങ്കൾ പറയുന്നത്. 4 സീറ്റ് ഉറപ്പാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ 3 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? വട്ടിയൂർക്കാവ് ഞാൻ പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. മുരളീധരൻ UDFൻ്റെ വോട്ട് ശക്തമായി പിടിക്കുകയും VK പ്രശാന്ത് CPMൻ്റെ വോട്ടുകൾ ശക്തമായി, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ശക്തമായി പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJPക്ക് അവിടെയുള്ള വോട്ട് ധാരാളം മതി ശ്രീരേഖയെ ജയിപ്പിക്കാൻ. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിലെവിടെയെങ്കിലും ഒരു മാറിച്ചെയ്യൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ BJPക്ക് തീർച്ചയായിട്ടും ഈ തവണ ഒരു 10 സീറ്റ് വരെ കിട്ടേണ്ടതാണ്. പക്ഷേ പലയിടത്തും ന്യൂനപക്ഷങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ വിജയിക്കുന്നതനുസരിച്ച് പലയിടത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ 1, 3 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അതിൽ കാസർഗോഡിൻ്റെ കാര്യം പറയുമ്പോൾ അത് പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ മഞ്ചേശ്വരത്തെക്കാളും BJPക്ക് സാധ്യത കാസർഗോഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ജയിക്കുമെന്നല്ല അവർ നല്ല കാൻഡിഡേറ്റ് ആണ്. അവിടെ മുസ്ലിം കൺസോളിഡേഷൻ ചിലപ്പോൾ ഫലിക്കില്ല, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ചിതറിപ്പോകുമെന്നാണ്. കാരണം LDFന്റെ സ്ഥാനാർത്ഥിയും ശക്തനാണ്, ഷാനവാസ് പാടൂർ. അദ്ദേഹം INLന്റെ സ്ഥാനാർത്ഥിയല്ല, LDFന്റെ സ്വതന്ത്രനാണ്. നേരത്തെ INL സ്ഥാനാർത്ഥികൾ ആയിരുന്ന സമയത്ത് 30,000-ലും താഴെ വോട്ടുകൾ മാത്രമേ LDF കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. 2011 മുതൽ അതേ രീതിയിൽ തന്നെയാണ്. വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റമില്ല. ഒരു തവണ എനിക്ക് തോന്നുന്നു 2011-ലാണെന്ന് തോന്നുന്നു 20,000-ലും താഴെ വോട്ടുകളായിരുന്നു LDFന് കിട്ടിയത്. ആ സമയത്തെല്ലാം BJP രണ്ടാമതായിരുന്നു. അല്ല, അവിടെ അപ്പോൾ അശ്വനിക്കുള്ള സാധ്യത സുരേന്ദ്രനുള്ള സാധ്യതയേക്കാൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർ ഉറപ്പിക്കുന്നില്ല. അല്ല, അതിന് സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേന്ദ്രന് സാധ്യത ഉണ്ടെങ്കിൽ സുരേന്ദ്രനാണ് അവിടെ ഒന്നാമത് വരിക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് വന്ന് വോട്ട് ചെയ്തവരുടെ എണ്ണമൊന്നും വലുതായിട്ട് കുറഞ്ഞിട്ടില്ല. പിന്നെ സംശയമുള്ള SDPI ആണ്. SDPIയുടെ വോട്ടുകൾ ഒരു 5,000 ഉള്ളതിൽ ഒരു 3,000-ഓളം വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് പോകുമെന്നും 2,000-ന് ചിലപ്പോൾ UDFന് കിട്ടിയേക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ പിന്നെ അതുപോലെ മഞ്ചേശ്വരത്ത് SDPIക്ക് അഷറഫിനെതിരെയുള്ള ഒരു നിലപാടെടുക്കാൻ, അഷറഫിനെ തോപ്പിക്കണം എന്നുള്ളതാണ് SDPIയുടെ എന്ന ഒരു ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് FCRA വലിയൊരു ഘടകമായി വന്നിട്ടുണ്ടെന്നാണ് 2020-യുടെ പല നേതാക്കളും പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച മിടുക്ക് കേരളത്തിൽ ഇത്തവണ ഈ നിർത്തിയ സ്ഥാനാർത്ഥികളിൽ പലരുടെയും കാര്യത്തിൽ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഈ ശ്രീധരനെ പോലെ ഉള്ള പല സ്ഥാനാർത്ഥികളെയും വേണമെങ്കിൽ BJPക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അവർ അത് ഉപയോഗിച്ചില്ല. കാരണം ഞാൻ ഉപയോഗിച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? 40,000, 42,000 ഒക്കെ വോട്ടുള്ള ചില മണ്ഡലങ്ങളിൽ പ്രമുഖരായ ഒരു 4-5 സ്ഥാനാർത്ഥികളെ അത്തരത്തിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരു 10% വോട്ട് നിഷ്പക്ഷരുടേതും കൂടെ കിട്ടും. അപ്പോൾ നിഷ്പക്ഷര 10% എന്ന് പറഞ്ഞാൽ 15,000 വോട്ടാണ്. അപ്പോൾ ഒരു 55,000 വോട്ട് വരെ 55,000, 56,000 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ VIP BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ കഴിയുമായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2020-യുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ഫ്ലോപ്പായിരുന്നു, അട്ടർ ഫ്ലോപ്പായിരുന്നു. അതാണ് അവർക്ക് വന്നിരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കുന്നത്തുനാട് 2020-യുടെ സാന്നിധ്യം അത് LDFന്റെ വീഴ്ചയിലേക്ക് വരും എന്നാണ് തോന്നുന്നത് കേട്ടോ. അവിടെ UDF സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത. മാത്രമല്ല തോൽവി സമ്മതിച്ച പോലെയാണ് അവിടെ ശ്രീനിജന്റെ വാക്കുകൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, LDF നിർത്തിയ 2020 നിർത്തിയ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? സ്വന്തമായി വോട്ടുണ്ടോയെന്നറിയാൻ പോലും പാടില്ലാത്ത കുറേ ആൾക്കാരല്ലേ അവർ നിർത്തിയത്. പിന്നീട് അത് വേണ്ടി വേറെ കുറച്ച് പേരെ നിർത്തി.
ഇത് കാൾ ഷീറ്റ് കൊടുക്കുന്ന പോലെ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ എവിടെയാണ് ജയിക്കാൻ പോകുന്നത്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് 2020 ആണെങ്കിൽ അത് ബി.ജെ.പിക്ക് കിട്ടുന്ന സീറ്റുകൾ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും മാത്രം കൗണ്ട് ചെയ്താൽ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് 11-ലൊക്കെ വന്നേക്കുന്നത് ചിലപ്പോൾ NDAയുടെ സീറ്റ് എന്ന രീതിയിലായിരിക്കും കേട്ടോ. ഈ ടുഡേസ് ചാണക്യയുടെ ഒക്കെ വന്നിരിക്കുന്നത് NDAയുടെ കൂടെ ചേർത്ത് NDA, അതായത് 2020ക്ക് കുന്നത്തൂരൊക്കെ ജയിക്കാമെന്നുള്ള വിചാരിച്ചായിരിക്കാം അത് വന്നിട്ടുള്ളത്. അത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, NDA 2020യുടെ സ്ഥാനാർത്ഥികൾ പലരും കുന്നത്തനാട് NDAയുടെ സ്ഥാനാർത്ഥികളിൽ പലരും നിർത്തേണ്ടടുത്തല്ല നിർത്തി. ഇപ്പോൾ ഞാൻ നമ്മുടെ മാരാറുണ്ടല്ലോ, നമ്മുടെ അഖിൽ മാരാർ, പുള്ളിക്കാരന് തൃക്കാക്കരയ്ക്ക് പകരം തൃപ്പൂണിത്തറ കൊടുത്തിരുന്നെങ്കിൽ എന്തൊരു വലിയ ഫൈറ്റ് ഉണ്ടാകുമായിരുന്നു. അതിന് പകരം തൃക്കാക്കരയാണ് കൊടുത്തത്. ഇത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങളെല്ലാം അതിബുദ്ധിയാണോ അതോ ഇനി എന്താണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. അന്തർധാരയാണോ എന്നറിയാൻ വയ്യ അല്ലേ? അന്തർധാര, അതെ. പിന്നെ 2020യിൽ ചില അന്തർധാരകളൊക്കെ ഉണ്ടായിക്കൂടായില്ല. കാരണം 2020 നമ്മൾ വിചാരിക്കുന്ന പോലല്ല, സാബു ജേക്കബ് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അദ്ദേഹം പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ പലപ്പോഴും പല രീതിയിൽ മാറിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയും 2020യും തമ്മിൽ നടന്ന ആ ഒരു ഐക്യം ഒരുപക്ഷെ വേണ്ട രീതിയിൽ ഫലവത്താക്കാൻ പറ്റിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞിട്ടില്ല, NDAക്ക് കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ റീതിങ്കിങ്ങിന് വരെ രണ്ടുപേരും തയ്യാറായിക്കൂടായില്ല എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.